mixed up emotions that run down the sides of your face. Wish I could change this moment to another time and place. Nothing you say can move me. I've chosen the road that I'm on. I have to join the fight for freedom until the war is won. We will keep the faith between us if we only try. We will keep the truth inside us. Love will never lie. Someone will always hear you, care about you when you cry. But no one can hear. My heart is breaking as I say goodbye. We will keep the faith between us if we only try. We will keep the truth inside us. Love will never lie. We will keep the faith between us if we only try. We will keep the truth inside us. Love will never lie. Love will never lie. Love will never lie. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, മംഗല്യകർമ്മത്തിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ദിവ്യയെയും മാർട്ടിനെയും തെരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പരം വിവാഹ വാഗ്ദാനം ചെയ്യുവാൻ പോകുന്ന ഇവരെ ആശീർവദിക്കണമേ. പരസ്പര ധാരണയിലും ഐക്യത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അന്യനും താങ്ങും തണലുമായി വ്യാപരിക്കുവാനും വേണ്ട പ്രസാദപരം ഇവർക്ക് നൽകണമേ. ഇന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഞങ്ങളെല്ലാവരും ഒരു ദിവസം അങ്ങേ നേരിൽ കണ്ടാനന്ദിക്കുവാൻ അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കന്മാർ പാപത്തിൽ വീഴുകയില്ല. കർത്താവേ, ഞാൻ അങ്ങയെ തേടി വരുന്നു. നിയമം ലംഘിക്കുവാൻ എന്നെ അനുവദിക്കരുതേ. ജീവിച്ചാൽ യുവാക്കന്മാർ പാപത്തിൽ വീഴുകയില്ല. അങ്ങയ്ക്കെതിരായി പാപം ചെയ്യാതിരിക്കാൻ ഞാൻ അങ്ങയുടെ നിയമങ്ങൾ അനുസരിക്കും. ജീവിച്ച യുവാക്കന്മാർ പാപത്തിൽ വീഴുകയില്ല. കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങയുടെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ. ജീവിച്ച യുവാക്കന്മാർ പാപത്തിൽ വീഴുകയില്ല. നിയമങ്ങൾ ഞാൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. സർവ സമ്പത്തിലും ഉപരിയായി ഞാൻ അവയെ സ്നേഹിക്കുകയും ചെയ്യുന്നു.
അങ്ങയുടെ പ്രമാണം അനുസരിച്ചാൽ യുവാക്കന്മാർ പാപത്തിൽ വീഴുകയില്ല. അങ്ങയുടെ കൽപ്പനകളെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുന്നു, അങ്ങയുടെ മാർഗങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു. അങ്ങയുടെ അനുസരിച്ചാൽ യുവാക്കന്മാർ പാപത്തിൽ വീഴുകയില്ല. അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദിക്കും, അങ്ങയുടെ വാക്കുകൾ ഞാൻ വിസ്മരിക്കുകയില്ല. അങ്ങയുടെ പ്രമാണം അനുസരിച്ചാൽ യുവാക്കന്മാർ പാപത്തിൽ വീഴുകയില്ല. പിതാവിനും പുത്രനും സ്തുതി. ആമേൻ. സഹോദരരെ, ഞാൻ ശരോണിലെ പുഷ്പവും താഴ്വരയിലെ ലില്ലിയുമാകുന്നു. മുള്ളുകൾക്കിടയിൽ ലില്ലി എന്ന പോലെയാണ് കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ. കാട്ടുമരങ്ങൾക്കിടയിൽ ആപ്പിൾ വൃക്ഷമെന്ന പോലെയാണ് യുവജനങ്ങളുടെ മധ്യേ എൻ്റെ പ്രിയൻ. അതിൻ്റെ നിഴലിൽ ആനന്ദപൂർവ്വം ഞാൻ വിശ്രമിക്കുന്നു. അതിൻ്റെ പഴം എനിക്ക് മാധുര്യപൂർണ്ണമത്രേ. വിരുന്നുശാലയിലേക്ക് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു. സ്നേഹപതാക എൻ്റെ മേൽ പിടിക്കുന്നു. ഞാൻ സ്നേഹപരവശയാകിയാൽ മുന്തിരിയട തന്ന് എന്നെ ശക്തിപ്പെടുത്തുവിൻ. ആപ്പിൾ പഴങ്ങൾ തന്ന് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. സമൂഹ പ്രാർത്ഥന. നിർവഹിക്കാൻ പോകുന്ന വിവാഹ വാഗ്ദാനത്തിൽ കർണനായ വിശ്വസ്തയോടും സന്തോഷത്തോടും കൂടെ ഉറച്ചു നിൽക്കുവാനുള്ള അനുഗ്രഹത്തിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവേ, ഇവരെ അനുഗ്രഹിക്കണമേ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാൻ പോകുന്ന ദിവ്യയെയും മാർട്ടിനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവർ ചെയ്യുവാൻ പോകുന്ന വിവാഹ ഉടമ്പടിയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ കർത്താവേ ഇവരെയും അനുഗ്രഹിക്കണമേ. സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും അതീതരായി സ്നേഹത്തോടെ ജീവിക്കുവാൻ കർത്താവേ ഇവരെ അനുഗ്രഹിക്കണമേ. മാതൃകാപരമായ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ കർത്താവേ ഇവരെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ച് ആ വധൂവരന്മാരെ അനുഗ്രഹിച്ച കർത്താവേ ഇവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒരുമയിൽ വളർന്നു വരുവാൻ ഇവരെ പ്രാപ്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. If home is really where the heart is, then home must be a place we all can share. For even with our differences, our hearts are much the same.
I'm finally waking up. I'm finally waking up, I know. I'm finally waking up. I'm finally waking up, I know. We were caught up in an endless circle, always looking for a place we could dream. We were swimming in the deepest ocean, wondering why we couldn't find any beach. I think we're finally gonna get out. I think we're finally gonna get out, yeah. Oh, I can feel it. I'm finally waking up. I'm finally waking up, I know. I'm finally waking up. I'm finally waking up, I know. Then the black night melted away as the red sun rolls in its place. She sat up stretched, then reached for the edge of the sky, then opened her eyes and woke up. I'm finally waking up. Waking up. Wake up. I'm finally waking up. I'm finally waking up, I know. I'm finally waking up. I'm finally waking up, I know. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വേണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിളി സ്വീകരിച്ച് വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാനുള്ള തങ്ങളുടെ സമ്മതം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഈ വിവാഹാർത്ഥികളെ ആശീർവദിക്കണമേ. മാതൃകാപരമായ കുടുംബജീവിതത്തിന് തങ്ങളെ തന്നെ ഒരുക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവരും കർത്താവിന്റെ നിയമം അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവരും പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവരും ഭാഗ്യവാന്മാർ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അങ്ങയുടെ നാവിൽ നിന്നും പുറപ്പെടുന്ന ശാസനങ്ങളെ
എൻ്റെ ആദരങ്ങൾ പ്രഘോഷിക്കും. സമ്പൽ സമൃദ്ധിയിൽ എന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. വിവാഹജീവിതത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കുവാനും അതിനുവേണ്ടി സ്വയം സജ്ജമാക്കുവാനും അനുഗ്രഹിക്കണമേ. കാലത്തിന്റെ നാഥായത്തേക്കും ആമേൻ. ഇവനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സത്യമായും നിങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നാ പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാ സർവേശ്വര, പരിപാവനനാ ബലവാനേ, പരിപാവനനാ അമർത്യനേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമളിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിലുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിക്കുന്നു. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴുവൻ ചേരുകയോ ചിലപ്പോൾ മുമ്പത്തേക്കാൾ പോകാറ്. എനിക്ക് പ്രവർത്തനപരം ഉണ്ടായിരിക്കുകയും സകല വേസങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലയാളത്തിന്റെ തന്റെ വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കുവാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയവുള്ളതുമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെ അതിജീവിക്കുകയും ചെയ്യുന്നു. ഇരുളെല്ലാം അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടുവിൻ.
കർത്താവേ ധരണിയിൽ നിൻ സാക്ഷികളാൽ തീർന്നിടുവാൻ, കർത്താവേ ധരണിയിൽ നിൻ സാക്ഷികളാൽ തീർന്നിടുവാൻ, ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ, ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ, സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടുവിൻ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവിനും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച യേശുവിന്റെ പരിശുദ്ധ സുവിശേഷം അധ്യായം 15 വാക്യങ്ങൾ 9 മുതൽ 12 വരെ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഈശോയിൽ വിശ്വസിക്കുന്ന നമ്മൾ ഈശോയെ സമ്പത്തായി സ്വീകരിച്ച് ഈശോയെ ജീവിതത്തിൻ്റെ എല്ലാമായി സ്വീകരിച്ച് ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഇതാ ദൈവം നമ്മുടെ ജീവിതത്തെ ഭരണം നടത്തണം. ഒരു വിശ്വാസിയുടെ ജീവിതത്തെ ഇപ്രകാരം വിശേഷിപ്പിക്കാറുണ്ട്, തലകീഴായി നിൽക്കുന്ന ഒരു വൃക്ഷമായിട്ട്. ഈ ഭൂമിയിൽ തലകീഴായി നിൽക്കുന്ന ഒരു വൃക്ഷം നമുക്ക് കാണാൻ പറ്റില്ല. എന്നാൽ ഓരോ വിശ്വാസിയും തലകീഴായി നിൽക്കുന്ന ഒരു വൃക്ഷം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ വേരുപാകി ഈ ഭൂമിയിൽ ശാഖ വിരിച്ച വൃക്ഷമാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ദൈവത്തിൽ എത്രമാത്രം നമ്മുടെ ജീവിതം വേരുപാകുന്നുവോ അത്രമാത്രം സഹോദരങ്ങളിലേക്ക് വളരും. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം, സമൃദ്ധിയുടെ, സാഹോദര്യത്തിൻ്റെ, ഇതാ പരസ്പര സ്നേഹത്തിൻ്റെ ഒരു പുണ്യദിനമായ ഒരു ജനതതി കൊണ്ടാടുമ്പോൾ ഇതെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറേണ്ടത് ഒരു കുടുംബത്തിലാണ്, ഒരു കൂട്ടായ്മയിലാണ്. പരസ്പര സ്നേഹം ഇതാ യേശുവിനെ സമ്പത്തായി ഒരു ജീവിതത്തിൽ ദൈവത്തെ പുൽകുമ്പോൾ അവൻ പോലും അറിയാതെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമായി, പങ്കുവെക്കുന്ന ഒരു വ്യക്തിത്വമായി, ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് മുന്നേറുന്ന ഒരു ജീവിതമായി അവൻ്റെ ജീവിതം മാറി മറിയുകയാണ്. നമുക്കറിയാം, ഇന്ന് മാർട്ടിൻ, ദിവ്യ ഈ അൾത്താരയിൽ ദേവാലയത്തിൻ്റെ പരിശുദ്ധിയിൽ കടന്നു വന്നുകൊണ്ട് ഞങ്ങൾ ഒരുമയിൽ ജീവിക്കാൻ തയ്യാറാണെന്ന അവരുടെ സമ്മതം ഏറ്റുപറയുകയാണ്. ഓർക്കുക, ജീവിതത്തിൽ പിന്നിലേക്ക് നോക്കുമ്പോൾ നയിച്ചത് ദൈവത്തിൻ്റെ കരമ, ദൈവത്തിൻ്റെ പരിപാലനയ. ഇന്ന് ഇതാ വിവാഹ ജീവിതത്തിൽ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുമ്പോൾ എത്രയോ കരുതലും പരിപാലനയും സ്നേഹവും ദൈവത്തിൻ്റെ ഇടപെടലുകളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇന്ന് ഈ അൾത്താരയുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ നന്ദി പറയാനേ ഉള്ളൂ. ദൈവം തന്നതിനെല്ലാം നന്ദി പറഞ്ഞ് ഇതാ ഒരു ജീവിതം പുതിയതായിട്ട് ആരംഭിക്കുമ്പോൾ ഓരോ ദിവസവും ദൈവത്തിൻ്റെ കരം പിടിച്ച് ജീവിച്ചു മുന്നേറാനുള്ള കരുത്ത് നമുക്ക് കിട്ടുന്നത് ഈ അൾത്താരയിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന്. ഓർക്കുക, രണ്ടുപേരെ ഇവിടെ ഒന്നാക്കി മാറ്റുന്നു. വിവാഹ ജീവിതത്തിൽ ഇതാ രണ്ടുപേർ ഒന്നായിട്ട് മാറുകയും മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നുണ്ടല്ലോ,
രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കുന്നവരുടെ ഇടയിൽ അവരുടെ മധ്യേ ഞാനുണ്ട്. ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത അവരുടെ ജീവിതത്തിന്റെ മധ്യത്തിൽ അദൃശ്യനായ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കരമുണ്ട്. സ്നേഹമുള്ള മാർട്ടിൻ, ദിവ്യ, എനിക്ക് തരാനുള്ള ഏക ഉപദേശം ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവം, നിഴല് പോലെയുള്ള ഒരു ദൈവത്തിന്റെ സാന്നിധ്യം പത്രോസ് ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ, അത് ലോകം കണ്ടപ്പോൾ, അവന്റെ കൂടെ നിഴല് പോലെ നിൽക്കുന്ന സാന്നിധ്യം ഇതാ തിരിച്ചറിഞ്ഞ ജനത അവൻ പോകുന്ന വഴികളിലെല്ലാം കട്ടിലിലും കിടക്കയിലും എല്ലാം രോഗികളെ കൊണ്ടുവന്ന് കിടത്തി. വിഭജനം വരുന്നത് എവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്ന് രണ്ടായിട്ട് വെട്ടിമുറിക്കൂ. ഒരിക്കലും ഒരുമയിൽ ജീവിക്കുന്നതിനെ രണ്ടായിട്ട് വെട്ടിമുറിക്കുന്നത് ദൈവമല്ല, അത് സാത്താനാണ്. ഡിവിഷൻ ഈസ് കംസ് ഫ്രം ഡെവിൽ. അപ്പോൾ വിഭാഗീയ ചിന്താഗതി ഇതാ ചിന്തയിൽ പോലും ഇല്ലാതെ ഒരുമയിൽ ജീവിക്കണമെങ്കിൽ കൂടെ നിൽക്കുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം വേദനയിലും നൊമ്പരങ്ങളിലും സന്തോഷത്തിലും ഇത് അനുഭവിക്കാൻ തയ്യാറാകുമ്പോഴാണ് യേശുവിനെ സമ്പത്തായി സ്വീകരിക്കുമ്പോൾ പരാതിയില്ല, പരിഭവമില്ല, പിറുവിറുപ്പുകളില്ല, മറിച്ച് എല്ലാം ദൈവത്തിന്റെ ദാനം. ഈ സഹനം ദൈവത്തിന്റെ ദാനം, ഈ പ്രതിസന്ധി ദൈവത്തിന്റെ ദാനം, ഈ ജീവിതത്തിൽ നൽകുന്ന നന്മകൾ, സന്തോഷം ദൈവത്തിന്റെ ദാനം. ദൈവത്തിന് നന്ദി പറയാനല്ലാതെ നമുക്ക് എന്താ പറ്റുക? പൗലോസ് ശ്ലീഹ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കുവിൻ. അപ്പോൾ ഓരോ ജീവിതവും ദൈവത്തിൽ വേരുപാകുമ്പോഴാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാകുന്നത്. അപ്പോൾ പ്രാർത്ഥനയായി ദൈവവചനത്തോടുള്ള ഒരു ചേർന്ന് ഇരിപ്പായി വിശുദ്ധ ബലിയോട് കൂദാശകളോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനോഭാവമായി ദൈവത്തെ സ്വന്തമാക്കാൻ ജീവിതത്തിൽ നമ്മൾ വില കൊടുക്കുമ്പോൾ അദൃശ്യമായ ഒരു ശക്തി നിഴല് പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും നിങ്ങളെ ഭരണം നടത്തുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. യേശു അനുഭവം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ധന്യത പകരട്ടെ. യേശു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും താങ്ങും തണലുമായി മാറട്ടെ എന്ന് ഇവിടെയുള്ള എല്ലാ അഭിഷിക്തരുടെയും നാമത്തിൽ ഞാൻ നേരുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. മാർട്ടിൻ, ദിവ്യ, സ്വർഗീയ മണവാളനായ ക്രിസ്തു തൻ്റെ മണവാട്ടിയായ സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുകയും ചെയ്തു. സഭ അവിടത്തോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്നു. ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിൻ്റെ ഈ കൗദാശിക സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്ത ബോധത്തോടെയും പൂർണ്ണ മനസ്സോടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നതെന്നും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ സഭ നിങ്ങൾക്കിപ്പോൾ അവസരം നൽകുകയാണ്. അതിനാൽ നിങ്ങളുടെ സമ്മതം ഇപ്പോൾ വ്യക്തമാക്കുക. മാർട്ടിൻ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ദിവ്യയെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? ദിവ്യ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മാർട്ടിനെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? നിങ്ങളതിന് സാക്ഷികളാണല്ലോ. നിങ്ങളുടെ വിവാഹ വാഗ്ദാനം സഫലമാകുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്ന ദിവ്യയ്ക്കും മാർട്ടിനും വേണ്ടി കർത്താവേ ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തീയ വിവാഹം ദൈവവുമായുള്ള ഉടമ്പടിയാണെന്ന് മരണം വരെ നിലനിൽക്കുന്നതുമാണെന്നുള്ള ബോധ്യത്തോടെ ഇവർ കൂദാശ സ്വീകരിക്കുന്നതിന് ഒരുക്കമുള്ളവരായി തീരുവാൻ ഈശോയാണ് ഇവരെ പരസ്പരം യോജിപ്പിക്കുന്നതെന്ന് അറിയുവാനും വിവാഹ ജീവിതത്തിന് പരസ്പര ഐക്യവും വിശ്വസ്തതയും ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട് വിവാഹത്തിന് ഒരുക്കമുള്ളവരായി തീരുവാനും
വിവാഹബന്ധത്തിന്റെ അവൈധതയും കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളും ശരിയായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് വിവാഹ ജീവിതത്തിന് ഒരുക്കമുള്ളവരായി തീരുവാനും സ്നേഹത്തെ പ്രതി കുരിശുമരണം വരിച്ച ഈശോയെ പോലെ ഇവരും സ്നേഹത്തെ പ്രതി ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നതിന് സന്നദ്ധത ഉള്ളവരായി തീരുവാൻ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഇവരുടെ അടുത്തുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും പ്രത്യാശാനിർഭരമായ പ്രാർത്ഥനയിലൂടെ വിവാഹത്തിന് സ്വയം സജ്ജമാക്കുവാനും നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കുക. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ഒരുങ്ങുന്ന ഇവരെ സ്നേഹത്തിൽ വളർത്തണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി ഇവരിൽ ചൊരിഞ്ഞ് ഇവരെ പരിപാലിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. കാനായിലെ കല്യാണ വിരുന്നിൽ വച്ച് വധൂവരന്മാരെ പ്രത്യേകമാം വിധം അനുഗ്രഹിച്ച മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചും അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥനാനിരതരായി വിവാഹത്തിനൊരുങ്ങുവാൻ കാരുണ്യവാനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ വിവാഹം എന്ന കുദാശ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മഞ്ചാടിക്കുന്നിൽ ആദ്യം തമ്മിൽ കണ്ടപ്പോൾ മിണ്ടാനെന്നുള്ളിൽ മോഹം തോന്നി. അനുരാഗക്കടവിൽ പൊന്നാമ്പൽ പൂന്നുള്ളുമ്പോൾ കുളിരോളം പോലെ നീ തഴുകിയില്ലേ. മണവാട്ടി പെണ്ണായി നീ പള്ളിമുറ്റത്തണയും നേരം അഴകേ നിൻ തണലായി മാറാൻ വെമ്പിപ്പോയി. മഴവില്ലിൻ കൊട്ടാരത്തിൽ പോകേണ്ടേ പൂമാനം നമുക്ക് വേണ്ടി പൂത്തു നിൽക്കയല്ലേ. ഒരു കിന്നാരം മൂളിയുണർന്നു ആത്മാവിൽ. ദൈവം നമ്മിൽ വാരിത്തൂകി
വന്നവരറിയാതെ ആരും കാണാതെ പുതുമുത്താരം പൊഴിയുന്നല്ലോ മനസ്സിനുള്ളറയിൽ. വിണ്ണിൽ താരാദീപങ്ങൾ മാഞ്ഞു പോയെന്നാൽ കളിയാക്കും കൺമണിമാർ വിളക്കണക്കില്ലേ. ചുംബനങ്ങളേകാൻ ചുണ്ടുകൾ വിതുമ്പി നാണമോടെ ചേർന്നുമെല്ലെ പുതുമണവാട്ടി പെണ്ണിനഴകിൽ വീണുറങ്ങി മോഹം. മഞ്ചാടിക്കുന്നിൽ ആദ്യം തമ്മിൽ കണ്ടപ്പോൾ മിണ്ടാനെന്നുള്ളിൽ മോഹം തോന്നി. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ മുൻ വർഷത്തെ പോലും ആഘോഷങ്ങൾ നമ്മൾക്ക് പറ്റില്ലല്ലോ. എങ്കിലും ഈ ഓണം ഒരുപാട് പ്രതീക്ഷകളുടേതാണ്. അതുകൊണ്ട് ഏവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. Coming back to our happy people here, Martin and Divya. A betrothal is a promise to remain faithful and constant by getting married. അങ്ങനെ ഒഫീഷ്യലി കമ്മിറ്റ് ആയിട്ടോ. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം പറഞ്ഞു വെച്ചിട്ടുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അതുകൊണ്ട് സുഖദുഃഖങ്ങൾ പങ്കിട്ടുകൊണ്ടും ഇനിയുള്ള ജീവിതം മുഴുവൻ പരസ്പരം കൂടെ ആയിരിക്കുവാൻ വിവാഹത്തിലൂടെ ഒന്നാകുവാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നു. ഇവരുടെ ഈ തീരുമാനം ആഘോഷിക്കുവാനും അവരെ മനം നിറഞ്ഞ് അനുഗ്രഹിക്കുവാനും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും, അതുപോലെ കോവിഡ് റെസ്ട്രിക്ഷൻസ് മൂലം ഇവിടെ എത്താൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളോടൊപ്പം ഓൺലൈനായി ഇരിക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വാഗതം. To complete this picture frame, let me welcome on stage the parents of Martin and Divya. First, we would like to welcome Martin's parents, Thambi uncle and Geeta auntie. Please join. To join them, we would like to welcome Divya's parents. ഞങ്ങളുടെ സ്വന്തം മാതച്ചാച്ചനും ഗീതാമ്മയും. Please join us. His elder sister, Maria Chichi, with her husband, Joseph Chetan, and their cute little lover, Miriam, please come to the stage. Divya's sister, Tanya, her husband, Anish, and their little champ, David. They are not here now, but they would be watching us online. You guys will really miss Tanya and Anish here. Thank you all. Sorry. We have here Divya's maternal grandmother, Mrs. Leelama Joseph. We welcome Mummy also to the stage. We would like to introduce ourselves. I am Danny Jacob. I am Vinny Manish Unniyadan. ഞങ്ങൾ ദിവ്യക്കുട്ടിയുടെ നാത്തുമാരാണ്. ഇന്നത്തെ ഞങ്ങളുടെ മെയിൻ ഡ്യൂട്ടി മാർട്ടിനെയും ദിവ്യയും അവരുടെ കുടുംബാംഗങ്ങളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ്.
കാരണം വിവാഹത്തിലൂടെ ഈ യുവമിഥുനങ്ങൾ ഒരുമിക്കുമ്പോൾ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പുതിയൊരു ബന്ധത്തെ കൂടിയാണ് ആരംഭിക്കുന്നത്. To start with the introduction, we'll start with the handsome guy, Martin, who belongs to Parangamvettil family based at Kottarakara. He is a postgraduate in business administration and currently running their family business. Moving to Martin's parents, Mr. P.S. Thambi is a businessman handling their family business establishment, Vaiskaria and Sons, which was started by his father, late Mr. Vaiskaria. Mrs. Geeta Thambi, who belongs to Puttampurakal family, Changanasheri, is his loving mother. We would also like to mention about Martin's dear grandmother, Mrs. Kunyamma Skaria. She is in her 90s. Due to health issues, she couldn't come here today. Now, we will introduce Martin's siblings. His elder sister, Mrs. Maria Joseph, who is an IT professional, married to Mr. Joseph Sebastian. Parangamvettil family, Changanasheri, who is into business of industrial packing and logistics solutions. They are blessed with this cute girl Miriam Teresa Joseph. They are settled at Bangalore. Martin's younger brother, Mr. Justin Thambi, is also an IT professional based at Bangalore. Next is our dearest Divyakutti. You're looking absolutely stunning, dear. Divyakutti belongs to Unniyadat's family. She is a postgraduate in both business and commerce and currently working with KPMG as audit associate. Divya's father, Mr. Joseph Matthew Unniyadat, ഞങ്ങളുടെ മാതൃചിറ്റപ്പൻ. മാതൃചിറ്റപ്പൻ is into real estate business and he is a loving dad and proud father to his daughters. Next, her mother, Geetandi, Mrs. Geeta Matthew. She belongs to Ambalathingil family, Tripunithara. She is also a lovely homemaker. വെറുതെ ലവ്ലി ഹോം മേക്കർ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നില്ല. ഗീതാൻ്റെ ഒരു അടിപൊളി കുക്കാണ്. കുക്ക് മാത്രമല്ല, എംബ്രോയ്ഡറി, പെയിൻറ്റിങ്, ഫ്ലവർ അറേഞ്ച്മെൻറ്റ്, അങ്ങനെ തുടങ്ങിയ പല പല കലകളുള്ള ആളാണ്. സോ മാർട്ടിൻ, യു ആർ വെരി ലക്കി. നല്ല അടിപൊളി ഫുഡൊക്കെ കഴിക്കാട്ടോ അമ്മയുടെ അടുത്തുനിന്ന്. So we have here two Geetamas now. Yes, we have two Geetamas right now. Next, Divya have one elder sister, Mrs. Danya Matthew, who is an HR professional married to Mr. Anish Antony, belongs to Mundampalli family, Paranganadu. He is a mechanical engineer. They are settled at Abu Dhabi. They are blessed with a smart little one, ഞങ്ങളുടെ cutie pie, David Cotton. Due to this corona crisis, unfortunately, they couldn't come here. അവരുടെ ഫിസിക്കൽ പ്രസൻസ് ആക്ച്വലി ഇവിടെ ഇല്ലെന്നുള്ളതേ ഉള്ളൂ. അവർ നമ്മളുടെ കൂടെ തന്നെയുണ്ട്. Anish, Danya, Devudukutta, we miss you badly. We really miss you, darlings. We have here with Divya's maternal grandmother, Mrs. Leelama Joseph, whom we dearly call as Mummy. Also, would like to mention about her maternal grandfather, Mr. Joseph A.J., whom we dearly call as Daddy, who couldn't be here now due to health issues. Also, we have here with Mr. Thomas Unniyadan, ex-Kerala State Chief Whip, younger brother to Joseph Matthew. ദിവ്യക്കുട്ടിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാതെ പറ്റില്ല. ദിവ്യക്കുട്ടി പേടിക്കുന്നുണ്ട്. ദിവ്യക്കുട്ടി ഇസ് എ വെരി ഗുഡ് ബേക്കർ. ഡെസേർട്ട്സ് ആണ് പുള്ളിക്കാരത്തിൻ്റെ മെയിൻ. പിന്നെ KPMGയിലെ ഓഡിറ്റ് അസോസിയേറ്റ് ഒക്കെ ആണെങ്കിലും ആളൊരു അടിപൊളി ഡിസൈനറാണ്. അമ്മനെ പോലെ തന്നെ മോളും ഫാഷൻ ഡിസൈനിങ്ങും എംബ്രോയ്ഡറി, പെയിൻറ്റിങ് എല്ലാ കലകളും ഉണ്ട്. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒഫീഷ്യൽ MC ആയിരുന്നു കേട്ടോ. ധന്യ തുടങ്ങി വെച്ച് ദിവ്യ കണ്ടിന്യൂ ചെയ്ത്. അപ്പം മാർട്ടിനെ, ഞങ്ങളൊരു ഓൾ ഇൻ വൺ ആളിനെ ഞങ്ങൾ തരുന്നത് കേട്ടോ. നന്നായി നോക്കിക്കോണം. Now, moving to rituals. ഒരു പ്രയർ സോങ്ങോട് കൂടി നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ വാനമ്പാടിയായ ജോബിയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ജോബിയ എൻ്റെ അനിയത്തിയും ദിവ്യക്കുട്ടിയുടെ നാത്തൂനുമാണ്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ.
സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. നമുക്ക് കാണാം. മെനോറ എന്ന് വിളിക്കുന്ന ഈ 7 ദീപങ്ങളെ പറ്റി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളിവിടെ 7 തിരികളാണ് ഇപ്പോൾ ലൈറ്റ് ചെയ്യാൻ പോകുന്നത്. We welcome both Martin, Divya and their parents and siblings to light the lamp. Next is a cake cutting ceremony. Martin and Divya, please proceed for the cake cutting ceremony and share the sweetness throughout the life. പക്ഷെ ഇവരെ നമുക്ക് വെറുതെ ഇങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അതിനെനിക്ക് ഒരാളെയും കൂടെ സ്റ്റേജിലോട്ട് വേണം. I welcome Mr. Jomi Shunyana to join us on the stage. Jocheta, please come to the stage, please. ഞാൻ ഇത്രയും നേരം ഇവരുടെ മാർട്ടിൻ്റെ കസിൻസിൻ്റെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ മാർട്ടിൻ ഭയങ്കര ധൈര്യമുള്ള ആളാണ്, ചെറിയ പണിയൊന്നും കൊടുത്താൽ ഏക്കില്ലെന്നാണ് അവിടുത്തെ കസിൻ ചേച്ചിമാരെല്ലാവരും കൂടെ പറഞ്ഞത് എൻ്റെ അടുത്ത്. ശരിയാണോ? ചെറുതായിട്ട് വിറയ്ക്കുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ രണ്ടുപേരും ഒന്നിച്ച് പിടിച്ചാൽ മതി, അപ്പോൾ വിറവൊക്കെ നിന്നോളും. നമുക്കൊന്ന് പ്രപ്പോസ് ചെയ്യിച്ചാലോ? മാർട്ടിനെ കൊണ്ടൊന്ന് പ്രപ്പോസ് ചെയ്യിച്ചാലോ? അനിയനൊക്കെ അവിടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. എന്തി അളിയൻ എന്തി സമ്മതമാണോ? അപ്പൊ ഒന്ന് പ്രപ്പോസ് ചെയ്ത് കാണിച്ചു.
കഴിഞ്ഞിട്ടില്ല. എനിക്ക് ഇത് വൺ സൈഡ് ആയ ശരിയാവില്ല. കസിൻസിന് ആരെങ്കിലും ഒന്ന് വരുമോ? അപ്പോൾ ഒന്ന് പ്രപ്പോസ് ചെയ്ത് ഏത് സ്റ്റൈലിൽ വേണം പ്രപ്പോസ് ചെയ്യാം. വെസ്റ്റേൺ ആകാം, ഇന്ത്യൻ ആകാം, പാട്ട് പാടിയിട്ടാകാം. Anyone expect that? ഒരു വലിയ വീഡിയോയുടെ കൂടെ സന്തോഷമായിട്ടാണ്. എന്താ ദിവ്യക്ക്? ശരിക്കും ഞങ്ങൾക്കൊരു മിസ്കമ്മ്യൂണിക്കേഷൻ പറ്റിപ്പോയി. എന്നോട് മിനി ചേച്ചി പറഞ്ഞായിരുന്നു ദിവ്യ ചേച്ചിക്ക് പണി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കരുതി നിങ്ങൾ പണി കൊടുക്കും നമ്മൾ കണ്ടോണ്ടിരുന്നാ മതിയെന്ന്. പക്ഷെ എനിക്ക് മനസ്സിലായില്ല അത് ഞങ്ങളായിരുന്നു കൊടുക്കേണ്ടതെന്ന്. ഇപ്പോഴാ മനസ്സിലായി. അപ്പോ പെട്ടെന്നൊന്നും കിട്ടുന്നില്ല. എന്നാലും ആള് ഭയങ്കര ബുദ്ധിജീവിയാണല്ലോ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അബൌട്ട് മാട്ടു ചാച്ചൻ. So that we know how much you know him. But more questions? അപ്പൊ ഒരു കാര്യം മാർക്ക് ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. ആൻസർ ആദ്യം എന്നോട് പറയട്ടെ. ഇതിന്റെ ആൻസർ മാട്ടു ചാച്ചൻ അറിയത്തില്ലേ? ഇവർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഫോണിലൂടെയാണല്ലോ. അപ്പോ മാട്ടു ചാച്ചന്റെ ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ നാട്ടിക്കല്ലേ? സ്വന്തം നമ്പറെങ്കിലും പറയുമോ? അത് ടെക്നോളജിയുടെ അതിപ്രസരം കൊണ്ട് പറ്റിയതാണ്. മാർട്ടിന്റെ കുറച്ച് ഫേവറേറ്റ്സ് എന്ന് ചോദിച്ചു നോക്കിയാലോ? മാർട്ടിന്റെ ഫേവറേറ്റ്സ് അതൊക്കെ മനസ്സിലാക്കി വെച്ചാണ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ട്. അതെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന നമുക്ക് നല്ലത്. മാട്ടു ഷൂവിന്റെ സൈസ് ചുമ്മാ ഗസ് ചെയ്യ്. 8 should be right. 7 7 8 that's fine. ഞാൻ പറഞ്ഞു കൊടുത്തേ കേട്ടോ. 7 അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പറയാം. 8 ആണ്. ഇനി എന്താ ചോദിക്കുക? ഒരു മാർട്ടിന്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക്. അതുകൊണ്ട് എന്നോട് ആരാ ചോദിച്ചു ഞാൻ എന്താ ബ്ലാക്ക് ഇട്ടത്? മാർട്ടിന്റെ ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക് ഇട്ടത്. ഓക്കെ, മദർ ഇൻ ലോയുടെ ബർത്ത്ഡേ. അയ്യോ അതൊക്കെ ചോദിക്കരുത്. എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഗീതാന്റിയുടെ ബർത്ത്ഡേ. പറഞ്ഞാൽ മതി. 2 days before. That's fine. വിളിച്ചത് ഉറപ്പാക്കിയ ക്വസ്റ്റ്യൻ ആദ്യം ചോദിച്ചേക്കുന്നത്. അതെന്നെ ചമ്മിപ്പിച്ചു. ഞാൻ മെസ്സേജ് അയച്ചു ഇത് ഗീതാന്റിയുടെ ബർത്ത്ഡേ. ഞാൻ അപ്പോ ചേച്ചിയെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിച്ച് നമുക്ക് സെഗ്മെന്റ് അവസാനിപ്പിക്കാം. എത്രയും ദയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. Thank you. I see a hero in you. I see my hero in you. I see a hero in you. You're my hero. Yeah, yeah, yeah. നീലാ നീലാ മിഴിയേ, നീളാ നീളാ മൊഴിയേ, ഒളിയമ്പിനയരുതേ ഇനി എൻ്റെ സുന്ദരിയേ. നീലാ നീലാ മിഴിയേ, നീളാ നീളാ മൊഴിയേ, നീലാ നീലാ മിഴിയേ, നീളാ നീളാ മൊഴിയേ, ഒളിയമ്പിനയരുതേ ഇനി എൻ്റെ ജന്മസഖി. I see a hero in you. I see my hero in you. I see a hero in you. You're my hero. Yeah,
നീലാ നീലാ മിഴിയേ നീലാ നീലാ മൊഴിയേ ഒളിയമ്പിനെഴുതേ ഇനി എൻ്റെ ജന്മ സഖിയേ. ആത്മാവിൻ തളികയിലെങ്ങും നല്ല പാതി മലരാവാൻ വന്നു നീ മഴമേഘത്തലമുടിയോടെ എന്നെ ഒന്ന് പുണരാനായി നിന്നു നീ നിറമാടും മാരിവില്ലേ അരികിലോ നീയല്ലേ മായാതെ ഇളനീലാ നീലാ മിഴിയേ നീലാ നീലാ മൊഴിയേ നീലാ നീലാ മിഴിയേ നീലാ നീലാ മൊഴിയേ ഒളിയും വിനയരുതേ ഇനി എൻ്റെ ജന്മ സഖിയേ. I see a hero in you. I see my hero in you. I see a hero in you. You're my hero. Yeah. അരികിൽ പതിയിട നെഞ്ചെല്ലാരോ മൂളും രാഗം മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീനം മഴയേ എൻ കനവിൽ അവളറിയാതെ തളിരണിയും പുലരികളിൽ മഞ്ഞിൻ തൂവൽ വീശി മെല്ലെ മെല്ലെ പുതുമഴ മെയ്പുണരും പൂവിൻ മൗനം ഇതൾ വിരിയും ഈരാവിൻ നിറമോഹം മനമറിയാതെ തിരയുകയോ നീ എൻ്റെ ഉള്ളം നിന്നിൽ ഞാൻ മൗനമായി അലിയും അനുരാഗം നിന്മേ തൊട്ടു പൂമേടത്തോറും കാറ്റായി നീളേ നിന്നോടൊന്നു ചേരാൻ തുടിക്കും മോഹം മഴയേ അരികിൽ പതിയിട നെഞ്ചെല്ലാരോ മൂളും രാഗം മിഴികൾ മൊഴിയും മധുരം കിനിയും നീയും
നെഞ്ചിലാരോ മൂളും രാഗം മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീനം മഴയേ നിറയും നീ അഴകേ അരികിൽ നീ വന്നണയും ആ നിമിഷം എന്നും പ്രിയ നിമിഷം നിൻമിഴികൾ രണ്ടും കാർമുകിലായി എൻ വേനൽ മഴയിൽ പെയ്തിറങ്ങും നിൻ പുഞ്ചിരി തൂകും ചുണ്ടുകളിൽ നിന്നുയരും നാദം കുളിരേകും സ്വപ്നഗന്ധി പൂത്തുലഞ്ഞു പുഴക്കരയിൽ കാത്തിരുന്നു കാത്തിരുന്നു നിന്നിസ്വനം അറിയാതെ നിനയാതെ എൻ മനസ്സിൽ നിറയും നീ അഴകേ അരികിൽ നീ വന്നണയും ആ നിമിഷം എന്നും പ്രിയ നിമിഷം പൊൻവസന്തമായി ആത്മാവിലാരോതും നിന്റെ പ്രണയമന്ത്രണം ദിവ്യാനുരാഗം പാടും നീയാണെൻ ഹൃദയസ്പന്ദനം അറിയാതെ നിനയാതെ എൻ മനസ്സിൽ നിറയും നീ അഴകേ അരികിൽ നീ വന്നണയും ആ നിമിഷം എന്നും പ്രിയ നിമിഷം
മിന്നൽ തൂവൽ തുമ്പാൽ മെല്ലെ എൻ പൂവൽ കനവിൽ തഴുകാൻ വരൂ. വാർത്തിങ്കൾ മായും രാവിൻ കൊമ്പിൽ ചിറകേറി നീ പുലർത്തിയിൽ മലർത്തരൂ. നിൻ പീലിക്കണ്ണിൽ മിന്നിക്കാണും പൊൻതാരാജാലം ചിരിതൂകിയോ. നിറമേടും ഇന്നും മഴവിൽ പടവിൽ അണയാമെന്നും തളിർ മുകിൽ കുളിർ തൊടാം. ഒരു സ്വപ്നം കാണും പോലെ പുതു സ്വർഗം ചേരും പോലെ അരികിലാരും അഴകു ചൂടി വിരിയവേ ഞാനും പൂങ്കാറ്റായി മേയുന്നു. തൂമിന്നൽ തൂവൽ തുമ്പാൽ മെല്ലെ എൻ പൂവൽ കനവിൽ തഴുകാൻ വരൂ. വാർത്തിങ്കൾ മായും രാവിൻ കൊമ്പിൽ ചിറകേറി നീ പുലർത്തിയിൽ മലർത്തരൂ. മഴനുള്ളും തുള്ളികൾ കരളോരം വീഴവേ നിനവാകെ നിൻമുഖം മാത്രമായി. പകലാറും സന്ധ്യകൾ കുടയുന്നോ വാനിലായി കുങ്കുമം പ്രണയമായി. അറിയാതെ എന്നോ നീ എൻ്റെ ജീവന്റെ നിഴലായി മാറി. പറയാതെ എന്നാളും ഓമൽ താരാട്ടായി നെഞ്ചിലാലോലമുണരുന്നു. തൂമിന്നൽ തൂവൽ തുമ്പാൽ മെല്ലെ എൻ പൂവൽ കനവിൽ തഴുകാൻ വരൂ. വാർത്തിങ്കൾ മായും രാവിൻ കൊമ്പിൽ ചിറകേറി നീ പുലർത്തിയിൽ മലർത്തരൂ. I found a love for me. Well, darling, just dive right in. Follow my lead. Well, I found a girl, beautiful and sweet. Well, I never knew you were the someone waiting for me. 'Cause we were just kids when we fell in love, not knowing what it was. I will not give you up this time. Darling, just kiss me slow. Your heart is all I own, and in your eyes you're holding mine. Baby, I'm dancing in the dark with you between my arms, barefoot on the grass. We're listening to our favorite song. When you said you looked a mess, I whispered underneath my breath, but you heard it. Darling, you look perfect tonight. Well, I found a woman stronger than anyone I know. She shares my dreams. I hope that someday I'll share her home. I found a love to carry more than just my secrets, to carry love, to carry children.
of our own. We are still kids, but we're so in love, fighting against all odds. I know we'll be alright this time. Darling, just hold my hand, be my girl, I'll be your man. I see my future in your eyes, baby. I'm dancing in the dark with you between my arms, barefoot on the grass, listening to our favorite song. When I saw you in that dress, looking so beautiful, I don't deserve this. Darling, you look perfect tonight. വേടോപ്പള്ളി വെച്ച് നടത്താൻ ആഗ്രഹിച്ചിരിക്കുന്ന വിവാഹത്തെ ഈശോയെ അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമേ. തമ്പുരാനെ, അങ്ങയുടെ കാര്യങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. മാർട്ടിൻ മോനും അവരോടൊപ്പം വന്നിരിക്കുന്ന എല്ലാവരുടെയും തിരിച്ചുള്ള യാത്രയെ ഈശോയെ അങ്ങയുടെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. തമ്പുരാനെ, അവരുടെ ഓരോ യാത്രകളെയും കാത്തു പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണമേ. ഈശോയെ ഒരിക്കൽ കൂടി അങ്ങ് ഇരിക്കും എൻ്റെ കുടുംബത്തിനും തമ്പിക്കും തമ്പിയുടെ കുടുംബത്തിനും തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിപൂർവ്വം ഞങ്ങൾ ഓർക്കുന്നു. ഈശോയെ, ഈ ചടങ്ങിൽ ഞങ്ങൾ ക്ഷണിച്ച് വന്നിരിക്കുന്ന എല്ലാ മക്കളെയും തമ്പുരാനെ ഞങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. തമ്പുരാനെ, വൈദികർ എല്ലാവരും വന്ന് ഞങ്ങളുടെ പരിപാടിയിൽ, ഞങ്ങളുടെ മക്കളുടെ പരിപാടിയിൽ ആസ്വദിക്കുകയും സാമീപ്യം കൊണ്ട് അവരുടെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, കാരണവാനായ യേശുനാഥ, അങ്ങയുടെ കാര്യങ്ങളിൽ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബത്തെയും മൊത്തം കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. തമ്പുരാനെ, അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം ചേരും നേരം നെഞ്ചിൽ ചൊല്ലി